ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെറുവിലെ പിസാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ചെറിയൊരു ടൗണാണ്, ഒരു ഹിപ്പി ടൗൺ എന്ന് വേണേൽ പറയാം. സോ ഞാൻ ഇവിടുന്ന് സഞ്ജയ് ഞാനും കൂടെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? സ്ഥലത്തിൻ്റെ പേരെന്താ? ഉറുമ്പാമ്പ, റൈറ്റ്? യാ, ഓക്കെ. ഉറുമ്പാമ്പ. നമ്മളിപ്പോൾ ഉറുമ്പാമ്പയിലേക്ക് പോകാനായിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലത്തെ വണ്ടി ഉണ്ടാവും, അതിൽ വെയിറ്റ് ചെയ്യുക. ഇത് അങ്ങോട്ടല്ലല്ലോ, ഇത് വേറെ എങ്ങോട്ടാ, കാൽക്ക അങ്ങനെ എന്താ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഉറുമ്പാമ്പ എത്രയുണ്ട്? 1 hour ഉണ്ടല്ലേ? യാ, 1 hour ഉറുമ്പാമ്പുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ഒളിയന്താമ്പോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് വീണ്ടും നമ്മൾ വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മളിത് അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലത്തിന് എന്തായിരുന്നു? ഉറുമ്പാമ്പ. നല്ല പേര്, ഉറുമ്പാമ്പ. നോക്ക്, നമ്മളെ ബജാജിൻ്റെ എല്ലാം ഓട്ടോറിക്ഷയൊക്കെയാണ് കാണുന്നത്. കണ്ടോ, ബജാജിൽ എഴുതിയേക്കുന്നത്. നോക്കി, ചെക്കുവരേൻ്റെ എല്ലാം ചിത്രമെല്ലാം ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ബൊലീവിയ ജന്മനാടാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മരിച്ചത് ബൊലീവിയയിലായിരുന്നു, ജനിച്ചത് അർജൻറ്റീനയിലാണ്. ഞാനത് തെറ്റി പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഞാനത് തിരുത്തി പറയുവാണ്. നമ്മളിങ്ങനെ ഇവിടെ ജസ്റ്റ് ബസ് ഇറങ്ങിയിട്ട് നമ്മളൊരു ടൗണിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ കാണും. ഇതെല്ലാം ബജാജാണ്. അതെ, പല ടൈപ്പ് തുക്കുണ്ട് കേട്ടോ, വെറൈറ്റി കുറേ ഉണ്ട്. അവിടുന്ന് നടന്ന് ഇപ്പോൾ ഒരു ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. ബ്യൂട്ടി പാർലറും എന്തൊക്കെയോ സംഭവമുണ്ട്, ഡ്രസ്സും. ഇവിടെ എല്ലാം അവിടെ ഇങ്ങനത്തെ ഒരു ടൗൺ കാണാം കേട്ടോ. ഫുള്ള് ഇവിടെ ഐസ്ക്രീം എല്ലാം അവിടെയും. നല്ല രസമാണ്. ഇങ്ങനെ പഴയ സ്പാനിഷ് കോളനി അങ്ങനത്തെ ഏരിയാസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നൈസാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിങ്ങനെ പോവാം. നമുക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ എന്താണ് കഴിക്കാനുള്ളത്. സോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നമ്മളിത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നാണ്. നമ്മൾ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ലിവറൊക്കെ വെച്ചിട്ടുള്ളൊരു റൈസൊക്കെ വെച്ചിട്ടുള്ളൊരു സൂപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സൂപ്പ് കുടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. കുറച്ച് റൈസും പിന്നെ ചിക്കനും ഫ്രൈസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നല്ല ഫ്രഷ് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. നല്ല അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. യാ, എനിക്ക് താഴ്ത്തേക്ക് അടിപൊളി. സാധാരണ ഇവിടെ എവിടെയും കാണാറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ മേടിച്ചത്. റേറ്റും ഉണ്ട്. എന്തേ വലിയ കാര്യത്തിൽ വന്ന് നോക്കാം ഞാനെന്താ ചെയ്യണേന്ന്. അയ്യോ, ഇതെന്താ പമ്പരം കറക്കുവാണോ ഇവര്? പമ്പരം പോലത്തെ എന്ത് സംഭവമാണല്ലോ കയ്യിലുള്ളത്. അതെങ്ങനെയാ, എന്താന്ന് ചോദിക്കും. How? Tu. ¿Qué cosa? Yo. Jugar. Ah, está diciendo que muestre que yo no podía así. Ah, ya. എന്ത്? എന്താ? ആ പമ്പരം. അയ്യോ, പമ്പരം. എന്റെ മാൻ, എത്ര കാലായി കണ്ടിട്ട്. പമ്പരം എല്ലാ നാട്ടിലുണ്ട്. പമ്പരം എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ ചെറുപ്പത്തില്. എനിക്ക് കൊറേ കളർ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നു പോയണം ഞാൻ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വിടുക. ഫെയിലായി. കറക്കറിയോ? മറന്നു പോയിട്ടുണ്ടാവില്ലേ? പണ്ട് കറക്കിയിട്ടില്ലേ? ഇവനിപ്പോ 25 വയസ്സിനെക്കാട്ടിലും മാസങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എനിക്ക് 26, ലൈക്ക് അവന് ഒക്ടോബർ വന്നാലാവുള്ളൂ. നവംബർ അല്ലേ? ഓനൊന്ന് കറക്കി കാണിക്കോ? കറക്ക്. വീഡിയോ എടുത്താ എന്താക്കും. ഇനിയിപ്പോ ഷോ കാണിക്കാം, കുറച്ച് മെയിൻ ആവാന്ന്. ഇത് കൊളാവുന്നു. കാണിക്ക്. എന്താ അവനോട് പറയുന്നു? കറക്കണ് പമ്പരം കഥക്കിന് കറങ്ങി ഞാൻ. ആ സെറ്റ് കണ്ടാ. ഓ, പലതരത്തില് കറക്കുമായിരുന്നു. അടിപൊളി, ഗുഡ് ജോബ്, നൈസ്, muy bien.
അടിപൊളി. ഇവിടെ നോക്ക്, നമ്മളിത് കഴിച്ചോണ്ടിരിക്കാണ്, കഷ്ടപ്പെട്ടാണ് ഇതാക്കുന്നത്. ഇവിടെ ആരും കഴിക്കില്ലല്ലോ, കണ്ടോ, എല്ലാരും കളഞ്ഞേക്കാണ്. അതുകൊണ്ട് അവരെന്തോ ഒരു സ്ക്രൂ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അവര് ഇളക്കി കൊടുക്കേ. സ്ക്രൂ ഡ്രൈവർ എല്ലാം വെച്ചിട്ട് ആദ്യമായിട്ട് ഇളക്കുന്നത് കാണും. സ്ക്രൂ ഡ്രൈവർ വെച്ചുണ്ടാക്കിയ സംഭവമാണ്. കൊള്ളാം, എന്തായാലും കഴിക്കി. പാവം, മതിയോ? ഓക്കെ, ഞാൻ കഴിക്കാം. നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രൊണൗൺസ് ചെയ്യുന്നത്? ഒളിത്താമ്പ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു നേരത്തെ. ഇവനാണ് എനിക്ക് പറഞ്ഞത്, എന്നെ കൂടെ തെറ്റിച്ച് പറ. ഒളിയത്തൻ താമ്പോ. ഒളിയത്തൻ താമ്പോ. നമ്മളിവിടുന്ന് മച്ചുപ്പിച്ചു ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഈ ഒളിയൻ താമ്പോന്ന് ട്രെയിൻ എടുക്കണം. ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തെത്തും. എവിടെ എത്താ? അഗ്വാസ് കലിയന്തി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടുന്ന് പിന്നെ നമ്മൾ ബസ് എടുത്തിട്ട് പോകണോ? അഗ്വാസ് കലിയന്തി ഏർലി മോർണിംഗ്. നമ്മൾ നാളെ എല്ലാം 4 മണിക്കെല്ലാം എണീക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ അടിപൊളി ഒരു ടൗണാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫുള്ള് ക്ലോസ് ആയിട്ട് മൗണ്ടെയിൻ എല്ലാം കാണുന്നുണ്ട്. നല്ല രസമുള്ള ആൾക്കാരും കടകളും, മൊത്തത്തിൽ ഭയങ്കര ഒരു വൈബ് പ്ലേസാണ്. നമ്മളിവിടുന്ന് ഇനി ട്രെയിൻ കയറിയിട്ട് അഗ്വാസ് കലിയന്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറാണ് ട്രെയിനിൽ ജേണി ഉള്ളത്. നല്ല എക്സ്പെൻസീവ് ആണ്. $126 2 പേർക്ക് വന്നിട്ടുള്ളത്. $63 അല്ലേ? $63 ജസ്റ്റ് ഒരു 1 അവർ 1.5 മണിക്കൂർ ട്രെയിനിന് പോകാൻ വേണ്ടി മാത്രം. അതാണ്. മച്ചുപിച്ചുൽ പോകണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഞാൻ എന്തായാലും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്നായാലും പോണം. വേൾഡ് വണ്ടറാണ്. 7 വേൾഡ് വണ്ടറിലൊരെണ്ണമാണ് മച്ചുപിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും പോവാമെന്ന് വിചാരിച്ചത്. ഈവൻ ഇവിടെ ഫുഡൊക്കെ നമ്മൾ ഭയങ്കര റേറ്റാണ്. നമ്മളിപ്പോൾ ഒരു സമൂസ പോലത്തെ ഒരു എൻപനാദ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഈ കാണുന്ന ചെറിയൊരു സാധനമാണ് എൻപനാദ. ഇവിടെ കുറച്ചുകൂടെ വലുതുണ്ട്. അപ്പോൾ അതിന് തന്നെ റേറ്റ് വരുന്നത് 250 ഇന്ത്യൻ റുപ്യ. എല്ലാത്തിനും ഇനി ഒരുക്കത്തെ റേറ്റ്. പിന്നെ ഇന്ന് രാത്രി നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ നോക്കണം, ഹോസ്റ്റൽ എന്തെങ്കിലും, അതിന് തന്നെ ഒരു ഹോട്ടൽ റൂം വലിയ എടുക്കണം. അത്രയും പൈസയാവും. എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ഒന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ എത്തിയിട്ട് നോക്കാൻ പറഞ്ഞിട്ടാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ ഇതിലാണ് പോകുന്നത്. പഴയ ട്രെയിൻ. ഭയങ്കര സൗണ്ട് അല്ലേ? നോക്ക്, വേറെന്തോ വൈബായിട്ടുള്ളത്. ഫുള്ള് സൗണ്ട്, ഭയങ്കര രസമുണ്ട്. ഈ ഒരു ട്രെയിനിൽ 1.5 മണിക്കൂർ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ $63. നമുക്ക് പകല് പോകുന്ന ട്രെയിനിനൊക്കെ ഇതിനും റേറ്റ് കൂടുതലാണ് കേട്ടോ. മച്ചുപിച്ചു ട്രെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഫുൾ വൈബാണ് ഇവിടെ. ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പശുന്തൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല. മൊത്തത്തിലെല്ലാം കൂടെ ഭയങ്കര സൗണ്ടാണുള്ളത്. അനൗൺസ്മെൻ്റ് ആയിട്ടും ട്രെയിനിനാണെങ്കിൽ കേട്ടോ പഴയ സിസ്റ്റമെല്ലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ്. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞാൻ സഞ്ജയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവൻ ബുക്ക് ചെയ്തപ്പോൾ 2 പേരുടെ സീറ്റ് 2 സൈഡിലായിട്ടാണുള്ളത്. 40ഉം 15ഉമാണ്. 2 ബോഗിയിലായിട്ടാണ് ബുക്ക് ചെയ്ത്. $63 കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വേറെ കുറേ ആൾക്കാരാണ് ഉള്ളത്. അവരെങ്കിൽ ദൂരെ എനിക്കാണ് കാണാൻ പോലും പറ്റില്ല. അത്രയും ലോങ്ങിൽ പോയിട്ടാണ് അവൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു സെയിം സീറ്റ് നെക്സ്റ്റും അല്ലാതെ. കാരണം അവർ ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത്. എന്താ പറ്റിയെന്നറിയില്ല. ഞാനിതാ അവിടെ എല്ലാവരായിട്ടും കമ്പനി അടിച്ചിരിക്കുകയാണ്. അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണിച്ചെടുത്തു. തു ബൊണിറ്റോ ദിസ്. Muy bien. Beautiful, sí. ¿Tu familia? Yes, teacher. Teachers. Oh, school or? Sí, yes. Okay, this like a vacation? Travel. Viaje de promoción, ¿cómo se dice? Viaje for promoción, mismo en inglés. Travel for promoción en inglés, profesor. എന്തിനോ ട്രാവൽ ചെയ്യുന്നെന്ന് പറയുന്നു. പക്ഷെ അവര് എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. പ്രൊമോഷൻ? കേ പ്രൊമോഷൻ? എന്താണിത്? എന്താന്ന് മനസ്സിലാവില്ല. ഇവരെല്ലാരും ആരൊക്കെയോ ആണ്, ടീച്ചറാന്ന് പറഞ്ഞു. All? All? Yes. ¿Cuántas personas? 23. Ah, sí. Saluden.
ഹായ് 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 ട്രെയിന് മൊത്തം കമ്പനിയായി. അടിപൊളി. ഞാൻ ആക്ച്വലി ഒറ്റക്കായിട്ട് പോസ്റ്റായിട്ട് ഞാനിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടക്കായിരുന്നു ഭയങ്കര വിഷമത്തിൽ. സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പെട്ടെന്ന് നമ്മൾ ഒരു അടിപൊളി ട്രെയിൻ ചെയ്യണല്ലേ, അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റക്കായി. ഇത്ര നേരം അവനുണ്ടായിട്ട് എനിക്കറിയില്ലായിരുന്നു ടിക്കറ്റ് ഒരുമിച്ചല്ലാതെ, അവനും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത്, നമ്മൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത്, 2 കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കിടന്നപ്പോഴാണ് എല്ലാവരും കുറേ ആൾക്കാരായിട്ടാണ് വന്നിട്ടുള്ളത്, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കിടക്കുകയാണ്, അത്രേ ഉള്ളൂ. വിഷമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കമ്പനി ഇപ്പം ഓക്കെ ആയി കുറച്ച്. കാരണം എല്ലാവരും ഉണ്ട്, എല്ലാ ട്രെയിനും മൊത്തം ഇപ്പം എല്ലാവരും ഇട്ട് കമ്പനിയായി, മൊത്തം അടിപൊളിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അവർ നോക്കിയിരിക്കാം കേട്ടോ. ശരിക്കും രാവിലെ ആണെങ്കിൽ ഇവിടെ നല്ല വ്യൂ എല്ലാം കാണാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ഒരു വ്യൂവും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നോക്ക് മൊത്തം ഇരുട്ടായിട്ടാണുള്ളത്, ഒന്നും പുറത്തേക്കൊന്നും കാണുന്നില്ല. അപ്പം അപ്പുറം ട്രെയിൻ ക്രോസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടേക്കാണ്. ഡേ ടൈമിൽ എനിക്ക് തോന്നുന്ന അടിപൊളിയാണ്, എന്തായാലും നല്ലതായിരിക്കും. വരുന്ന വഴിയിലെല്ലാം വ്യൂ എല്ലാം അടിപൊളിയാണ്. അപ്പം എന്തായാലും രസം തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയോ മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ്. പക്ഷെ അവനോട് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഷോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും ഒറ്റയ്ക്ക് ഇവർ ഓക്കെയാണ് ഞാൻ ഇവിടെ. പക്ഷെ എന്നാലും നമ്മൾ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലല്ലോ. സാരില്ല. നമ്മളുണ്ടല്ലോ ഈ ട്രെയിൻ ഇത്രയും പൈസ കൊടുത്ത് ബുക്ക് ചെയ്താലും ഓരോ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ, എന്താ ഒരു അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അറിയാം അവരെന്താ ഡാൻസ് ആണോ എന്താ സംഭവം എന്നെല്ലാം. ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചൊരു ചെറിയ സ്ഥലമെന്നാണ് ഈ അഗ്വാസ് കലിയന്ത്, പക്ഷെ ഭയങ്കര വലിയ സ്ഥലമാണ്, പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. ഇതിനിപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലോ എന്തെങ്കിലും തപ്പണം. നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ എക്സ്പെൻസീവാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ എന്ന് പറയുന്നത് 2 പേർക്ക് 3000 രൂപ, അതായത് 1500 രൂപ ഒരാൾക്ക്, ജസ്റ്റ് ഒരാൾക്ക് വരുന്നു കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ടെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ടെൻറ്റ് അടിക്കായിരുന്നു, പക്ഷേ ടെൻറ്റൊന്നും ഞാൻ എടുക്കാണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ടെൻറ്റ് അടിക്കാനുള്ള ഓപ്ഷനില്ല. ഈവൻ തണുപ്പും അധികം ഇല്ല ഇവിടെ, വളരെ തണുപ്പ് കുറവ്, ആൾട്ടിറ്റ്യൂഡും കുറവാണ്. നമ്മളിപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള കണ്ടത് ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറയാണ്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ടൂറിസ്റ്റുകൾ മൊത്തം യൂറോപ്യൻസും അമേരിക്കൻസും ആണ്. അവർക്കിത് ഭയങ്കര ചീപ്പാണ് സ്റ്റിൽ. എന്നാലും ഞാൻ പറയുന്നത് പൊതുവേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും എക്സ്പെൻസീവായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാവരുടെയും ഭയങ്കര ചീപ്പായിട്ടാണ് കണ്ടത്, പക്ഷേ ഇവിടെ ഇത്രയും എക്സ്പെൻസീവ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത സമയത്ത് ബെൽജിയത്തിലൊരു പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എക്സ്പെൻസീവ് ആണ്, അവർ ടെൻ്റ് അടിച്ചാൽ കിടന്നേന്നൊക്കെ. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴല്ലേ ശരിക്കും ഐഡിയ കിട്ടിയേ. ഫൈനലി നമ്മളിത് അവിടെ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചുള്ള ഹോസ്റ്റൽ. കുറേ നടന്ന് Booking.comൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടിട്ടുള്ള ഇതായിരുന്നു. അങ്ങനെ അത് അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലോക്ക് ചെയ്യാനൊക്കെ. ഇവിടെ ആക്ച്വലി ഇപ്പോൾ 19 ഡിഗ്രി ആണ് കേട്ടോ. എനിക്ക് ചൂടെടുക്കുകയാണ്, കാരണം ഇത്ര ദിവസം മൈനസിലൊക്കെ അല്ലേ നിന്നത്. പെട്ടെന്ന് വെതർ ചേഞ്ചായി, തണുപ്പായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്കാണ് വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ എന്താവുമെന്ന് അറിയില്ല, ഭയങ്കര ചൂടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ എല്ലാത്തിനും എടുക്കത്തെ പൈസ അല്ലേ, ഇതിന് മാത്രമേ ഉണ്ട്. എത്ര സോളായി? 40 സോളായിട്ടോ. 40 സോൾ എന്ന് പറയുമ്പോൾ 1500 ആ ഒരു റേഞ്ച് ഉണ്ടാവും. പിന്നെ ഒരു ജ്യൂസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിനും ഒരു 15 സോളായിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ വെള്ളം മേടിച്ചാണ് കേട്ടോ. ഇന്നലെ 3 ലിറ്ററിൻ്റെ വെള്ളത്തിന് നമ്മൾ കൊടുത്തത് 4 സോളാണ്. ഇന്ന്
9 സോളാണ്, 2.5 ലിറ്റർ ഉള്ളൂ. അത്രയും കൊടുത്തു. ഇവിടെ വെള്ളത്തിനാണെങ്കിലും തൊട്ടാ പൈസയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ തന്നെ റൂമിൽ 1 മണി ആയിട്ടുണ്ടായിരുന്നു. ആകെ 1-2-3 മണിക്കൂർ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ നേരത്തെ തന്നെ എണീച്ച് ഇപ്പോഴാണ് നമ്മളിവിടെ ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഓൺലൈനിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് എത്ര $24 അല്ലേ? ഒരാൾക്ക് $24 ഇവിടുന്ന് ബസ് എടുത്തിട്ട് പോകണം. അതായത് നമ്മളിപ്പോൾ അഗ്വാസ് കലിയന്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം നമുക്ക് മാച്ചു പിച്ചുവിലേക്ക് പോകാനായിട്ട്. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ. ഇവിടുന്ന് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ $24 ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. നമുക്ക് എത്ര മണിക്കാണ് ബസ്? 8 മണിക്കോ? 7:30ക്ക് 7 മണിക്ക് 7 മണി. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 7:25 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റിന് ഓരോ ടൈം ഉണ്ട് അല്ലേ? നമുക്ക് 8 മണി അങ്ങനെ ഏതാ ലാസ്റ്റ് ടൈം വരെ? സ്റ്റാർട്ടിങ് ആതാ ഫസ്റ്റ് ഉച്ചവരെ? ഏതാ? 1:30 വരെ. ഓക്കെ. ഫസ്റ്റോ 6 മണി. ഓക്കെ. നമ്മൾ 8 മണിയാണ് എടുത്തിട്ട് നമുക്ക് ഓരോ ടൈം എടുക്കാം. നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം വേണേൽ സ്പെൻഡ് ചെയ്യാം അല്ലേ? പക്ഷെ നമുക്ക് എൻട്രി ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട്. നമ്മൾ ഇനി വീടിന് ക്യൂ നിൽക്കണം അവിടെ പോയിട്ട്. ഓക്കെ. ആക്ച്വലി സഞ്ജയാണ് മൊത്തം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും നോക്കിയിട്ടില്ല ഈ ട്രിപ്പിൽ. എല്ലാ ടിക്കറ്റും അവനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കറിയാത്തത് എപ്പോഴാണെന്നെല്ലാം. പക്ഷെ 8 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ പോയിട്ടും നമ്മളവിടെ ക്യൂ നിൽക്കണം. നമ്മളിവിടെ 6 മണിക്ക് നിൽക്കുന്ന 1.5 മണിക്കൂർ നമ്മളിവിടെ ഉണ്ടല്ലേ? 6 മണിക്ക് മുന്നേ വന്നു. പക്ഷെ ബസ് ടിക്കറ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായി. നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ. പുസ്തകം നമുക്ക് എടുത്തിരുന്നെങ്കിൽ എന്നാ ഉറങ്ങായിരുന്നു കുറച്ചു നേരം. ബസ്സിൽ നമ്മളിവിടെ എൻട്രി ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് സർക്യൂട്ട് 1, സർക്യൂട്ട് 2 ഉണ്ട്. നമ്മൾ സർക്യൂട്ട് 1 ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ആക്ച്വലി ഈ ഒരു മാച്ചു പിച്ചു എന്നുള്ളത് കൂടുതൽ ആൾക്കാരും ട്രക്കിംഗ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അത് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരു 7 ഡേയ്സ് അങ്ങനെ. പിന്നെ ഞാനത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ട്രെയിൻ എടുത്തു അതൊരു എക്സ്പീരിയൻസ് ആവാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ കൂടുതൽ ഏജുള്ള ആൾക്കാരെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ട്രക്കിംഗ് ആണെങ്കിൽ അത്യാവശ്യം 4-5 ഡേയ്സ് എല്ലാം അങ്ങനെ $700 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ടിലേക്ക്. നമുക്ക് ഗൈഡിനൊക്കെ വെച്ചിട്ടാണ് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കിളിമഞ്ചാറൊക്കെ ചെയ്യില്ലേ, അതുപോലെയാണ്. പക്ഷെ അത്ര ഡിഫിക്കൽട്ടി ഇല്ല എന്ന് മാത്രം. നമ്മളിവിടെ കുറച്ച് നേരമായി ക്യൂ നിൽക്കുന്നു. പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് 1-നും 2-നും 2-നും സെയിം എൻട്രൻസ് ഈ ഒരു വഴി തന്നെയാണുള്ളത്. നമ്മളിതാ എൻട്രി ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഓരോ വ്യൂവും ഓരോ കാഴ്ചകളാണ് കാണുക. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് $44 ആണ്. അവിടുന്ന് ഇങ്ങോട്ട് ഭയങ്കര ലേറ്റ് ആയിട്ട് ഇവിടുന്ന് ശരിക്കും കാണുന്നില്ല കേട്ടോ വീഡിയോയില്. ഭയങ്കര കുറച്ച് ഡാർക്കായി. അത് സർക്യൂട്ട് 2 ആണോ? നമ്മള് സർക്യൂട്ട് 1 ആണ്. സർക്യൂട്ട് 1ലേക്കുള്ള വഴി ഇതാണ്. ഓരോ സർക്യൂട്ടിലേക്ക് ഓരോ വഴിയാ. എന്താ എല്ലാരും 2-ലാണല്ലോ പോകുന്നത്? ആരും 1-ലില്ലേ? ശരിയാ, നമ്മൾക്ക് ടിക്കറ്റ് കിട്ടാത്തോണ്ടാണ്. അല്ലെങ്കിൽ നമ്മളും സർക്യൂട്ട് 2 എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾ എത്ര മാസം മുന്നേ ബുക്ക് ചെയ്തു? 1 മാസത്തിൽ കൂടുതലായില്ലേ? 1 മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് സർക്യൂട്ട് 2 കിട്ടിയിട്ടില്ല. അപ്പോൾ മാച്ചു പിച്ചു വരുന്നവർ ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 2 months മുന്നേയൊക്കെ ബുക്ക് ചെയ്താലായിരിക്കും കിട്ടുള്ളൂ. കാരണം ഈ കാണുന്ന ഈ കുറേ ആൾക്കാരുണ്ടോ, ഇതെല്ലാം പാക്കേജിൽ വന്ന ആൾക്കാരായിരിക്കും. ഇപ്പം നമുക്ക് തന്നെ ഒരു $100-200 ഏറ്റവും മിനിമം നമ്മൾ നോക്കിയാൽ തന്നെ അത്രയും പൈസയാവും. അപ്പോൾ ഇതൊരു പാക്കേജിൽ വരുന്ന സമയത്ത് ഫുഡ്, അക്കോമഡേഷൻ എല്ലാം അവരായിരിക്കും എടുക്കുക. അപ്പോൾ അതിന് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ ആദ്യമേ ടിക്കറ്റ് അങ്ങോട്ട് എല്ലാം ബുക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അവൈലബിലിറ്റി കുറയുന്നത്. താഴെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ കുറച്ചൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് അടിക്കുന്നത്. ലൈക്ക് സൺലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കുറച്ച് ഡാർക്കാണ്. നമ്മളിപ്പോൾ കുറച്ചൊരു ഹൈറ്റിലെത്തിയിട്ടുണ്ട്. കണ്ടോ, അവിടെ ക്ലൗഡ്സ് എല്ലാം ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ന് ഡേറ്റ് എത്ര? ബാക്കിലോക്ക് കണ്ടോ, അവിടെ എന്താ സാധനം? ഓന്താ അതുപോലത്തെ ഒരു സാധനം. നല്ല രസമുണ്ട്. മച്ചിപ്പിച്ചാണ്. ഇന്ന് എത്ര ഡേറ്റ് പറഞ്ഞേ? 23 അല്ലേ? 23 ഓഗസ്റ്റ്. അത് സാറ്റർഡേ ആണ്, വീക്കെൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്.
അല്ലേ? നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏത് ഡേറ്റ് ആയിരിക്കും എന്നറിയില്ല. ഞാനെല്ലാം ലേറ്റ് ആയിട്ടാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മളിതാ 7 വേൾഡ് വണ്ടേഴ്സ് ആയിട്ടുള്ള അതിലെ 7 എണ്ണത്തിലെ ഒരെണ്ണാണ് മാച്ചു പിച്ചു എന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ആക്ച്വലി ഒരു ദിവസത്തിൽ ഇത്ര പേർക്കാണ് എൻട്രി ഫീ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ? ഡെയിലി കുറച്ച് പേർക്ക് 200 അങ്ങനെ എന്തോ ആണ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് തന്നെ അത്യാവശ്യം ക്രൗഡാണ്. അതാണ് അപ്പം എല്ലാവരും ഒരേ സമയത്ത് ഇതാക്കില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ടിക്കറ്റ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ളത്. ഒരു പ്രത്യേക വൈബ് ഫീൽ ഉണ്ട്. പക്ഷെ കുറച്ച് ഡാർക്ക് ആയിട്ടാണല്ലോ. ഈവൻ ഇവിടെ അങ്ങനെ തണുപ്പൊന്നുമില്ല. ഏറ്റവും മുകളിൽ കയറിയിട്ടും ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും. എന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഊരി 2 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പോഞ്ചെല്ലാം ഞാൻ എടുത്ത് ഊരി കളഞ്ഞു. കാരണം ഇപ്പം ചൂടെടുക്കാൻ തുടങ്ങി. ഈവൻ വെയിലൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴും. ഈ മാച്ചു പിച്ചു എങ്ങനെയാണ് ഫേമസ് ആയത്? ഇതിന് കുറേ ഹിസ്റ്ററി എന്തൊക്കെയുണ്ട്. സഞ്ജയനെല്ലാം ഹിസ്റ്ററി അറിയുമെന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചേക്കാം. സഞ്ജയന് എന്താ ഹിസ്റ്ററി അറിയോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കാണാൻ വന്നത്? ഓക്കെ, എന്താണ്? ഒന്നുമില്ല, ഇൻക കിങ് ഉണ്ട് ഇവിടെ. പണ്ട് സ്പാനിയാർഡ്സ് ആണല്ലോ സൗത്ത് അമേരിക്ക മൊത്തമല്ല, പെറു ഇങ്ങനത്തെ ലാറ്റിൻ കൺട്രീസ്. അപ്പോ ഇതെന്ന് വെച്ചാല് പണ്ട് ഇൻക കിങ്ങിന്റെ അണ്ടറിലുണ്ടായ ഒരു റീജിയണും ആ ഏരിയ ആണ്. അപ്പോൾ പണ്ട് ഈ സ്പാനിയാർഡ്സ് കോൺക്വർ ചെയ്യാൻ വന്നപ്പോൾ ഇത് എന്ന് വെച്ചാൽ അവര് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു മാറി എന്നിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് അവർ മാറി. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക ഇത് ഹിഡൻ ആയി നിന്നത് കുറേ കാലം. 1900s ഒരു അമേരിക്കൻ വന്നിട്ടാണ് ഇത് ഡിസ്കവർ ചെയ്തത് ഈ സംഭവം. അങ്ങനെയാണ് എന്താ പറയുക ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി. അങ്ങനെ അതിന്റെ അത് പിന്നീട് 7 വണ്ടേഴ്സിൽ വന്നു. അതേത് വർഷം വന്നു അറിയില്ല. 1980s അങ്ങനെ. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ 2000-ന് ശേഷം ഭയങ്കര ടൂറിസ്റ്റ് എല്ലാവർക്കും ഇത് അറിഞ്ഞു തുടങ്ങി ഈ സംഭവം. എത്ര പോപ്പുലർ, എത്ര മൗണ്ടൈൻസ് ഇത് കാണുന്നത്. അപ്പൊ ആ കാണുന്നതാണ് മാച്ചു പിച്ചു മൗണ്ടൻ മെയിൻ ആയിട്ട്. ആ വലുതല്ലേ? പക്ഷെ അവിടെ സ്റ്റെപ്പ് പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങോട്ട്. പണ്ടത്തെ ആ ഒരു സിവിലൈസേഷന്റെ എന്തായിരുന്നു കണ്ടോ അവിടെ? അതിന്റെ മുകളിലേക്ക് ആൾക്കാർ കേറുന്നുണ്ടല്ലോ. നോക്കി, അയ്യോ അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ? ആ രണ്ടാമത്തേലേക്ക് സ്റ്റെപ്പും വഴിയെല്ലാം കാണുന്നുണ്ട്. അത് ഭയങ്കര വ്യൂ ആയിരിക്കും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ അങ്ങോട്ടൊന്നും. നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ ടിക്കറ്റ്, ഇവിടേക്ക് വേറെ ടിക്കറ്റ്. ഓരോരോ നമുക്ക് ഈ പോയിന്റ് വരെ ലാസ്റ്റ് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ടിക്കറ്റാണ് വേണ്ടത്. സോ ഇപ്പോൾ ഫുള്ള് മാച്ചു പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ഈ പെറുവിലെ തന്നെ മാച്ചു പിച്ചു. ഏറ്റവും കൂടുതൽ വേറെ എവിടെയും ഇത്രയും കാണാൻ പറ്റില്ല. ബട്ട് ഇത്രയും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. എന്നാലും എല്ലാവരും ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രക്കിംഗ് ചെയ്ത് വരുന്നത് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഒരുപാട് സമയമുള്ളവർക്കാണെങ്കിലും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ട്രക്കിംഗ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഫീലായിരിക്കും. ഞാൻ പിന്നെ ജസ്റ്റ് എപ്പോഴും ട്രക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ട്രെയിൻ എടുത്തിട്ട് വരാം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ അങ്ങനെ എടുത്തു വന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നി ട്രക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. ഇപ്പം സ്കൈ എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നോക്ക്, ഭയങ്കര അടിപൊളിയായി. ക്ലൗഡ്സും സ്കൈയും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയി അവിടെ. അതാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് നമ്മളെ സർക്യൂട്ട് 1 വരാൻ പറ്റുന്നത് കണ്ടോ. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് താഴേക്കുണ്ട്. അങ്ങോട്ട് പോകുന്നവർക്ക് വേറെ. പക്ഷെ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? നമുക്ക് അലോഡല്ല അങ്ങോട്ട് പോകാൻ. കണ്ടോ അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. എന്തായാലും പെറു വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. ഒരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 1 ടൈം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. തിരിച്ച് നമ്മൾ പോവാണ്, ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. സോ നമ്മളിത് അവിടെ ക്യൂ നിൽക്കുകയാണ്. ബസ്സിലെല്ലാം പോകാനായിട്ട് നമ്മൾ ഓൾറെഡി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിനിപ്പോൾ 1 സൈഡ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് നടന്നിറങ്ങാം, നമുക്ക് ബസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു സൈഡ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു 3 മണിക്കൂർ നമുക്ക് താഴേക്ക് ഹൈക്കിങ് ചെയ്ത് ഇറങ്ങാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെ ബസ് എടുത്തത്. നമ്മളിതവിടെ 2 സ്നിക്കേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നടക്കുകയാണ്. ബസ് നമുക്കിനി ആകെ ട്രെയിനിൽ നടക്കാൻ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു വട്ടം നമ്മൾ ഓൾറെഡി ട്രെയിൻ എടുത്ത് ജസ്റ്റ് 1.5 മണിക്കൂർ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ആവുന്നത് എന്താ പറയുക ഒരു $70 ആവും. ഇതിന് ഇന്ത്യൻ റുപ്പി എത്രയാടാവുന്നേ? ഇനി 12 അല്ലേ ഒരെണ്ണത്തിന്? 12 സോളാണ്. 12 സോൾ എന്ന് പറയുമ്പോൾ എത്രയായി? $3.4 എന്തോ ആണ് $1. അപ്പൊ എത്രയായി?
400 രൂപയാ 400 രൂപയാ ഒരു മിഠായിക്കാ. എന്റെ മോനെ സീന്. ഗ്രാസിയാസ്. $400 ഇട്ടോ. ഇത് എത്ര ഇത് ഗ്രാമാണ്? ഇതിൽ ഗ്രാം എത്ര എഴുതിയിട്ടുള്ളത്? 32 ഗ്രാമോ അല്ല എത്ര ഗ്രാമാ? ശേ ഇത് എത്ര ഗ്രാമോ? 50 ഗ്രാമോ? ഇത്രേ ഉള്ളൂ. എവിടെ കാണുന്നില്ല. ഇത്ര ഉള്ളു സാധാ. ഇനി നമ്മുടെ നാട്ടിൽ എത്രയാണെന്നറിയോ? 40 രൂപ. 40 രൂപ ഉണ്ടോ ഡൗട്ട്. 40 രൂപ ഉള്ളൂ. ഇത്ര പോകുന്ന ഒരു സ്നിക്കേഴ്സിന് 40 രൂപ. ഇവിടെ അത് 450 രൂപ. 500 രൂപ. 500 രൂപ ഒരു മിഠായിക്ക്. 40 രൂപയുടെ മിഠായിക്ക്. ഇവിടെ സൂപ്പർ എക്സ്പെൻസീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മണിക്കൂറിന് $70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിന് തന്നെ അത്രേ ആവുള്ളൂ, ലൈക്ക് ഡൊമസ്റ്റിക്കിലൊക്കെ പോകുമ്പോൾ. ഞാനും സഞ്ജയും കൂടെ ഇവിടെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം ഇങ്ങനെ റോഡ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഹൈഡ്രോ ഇലക്ട്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നടക്കാൻ. അത് റെയിൽവേ ട്രാക്കിലൂടെയാണ് നടക്കേണ്ടത് അല്ലേ. നേരെ പോയാൽ മാച്ചു പിച്ചു ടോപ്പിലെത്തും. പക്ഷെ ഇത് ഒരു 20 മിനിറ്റ് നമ്മൾ നടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് പോയ ട്രാക്കിലെത്തും എന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നോക്കി നല്ല നല്ല വെള്ളമെല്ലാം ഒഴുകി പോകുന്നത് കാണാം. ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. നല്ല ടയർഡാണ്. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല സൂപ്പർ ടയർഡാണ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നു. ലഡാക്കിലേക്ക് നടന്നു പോകുന്ന പോലെ ഉണ്ട്. നോക്ക് കണ്ടോ, നല്ല ഗ്രീൻ കളറിലെ വെള്ളവും നല്ല വലിയ വലിയ മലകളും, സൈഡിൽ മൊത്തം മല, നടുവിൽ മാത്രം കുറച്ച് റോഡുണ്ട്. ഈ റോഡ് കുറച്ചാകെ മച്ചുപിച്ച് വരെ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ട്രെയിനും നടന്ന് മാത്രമേ പോകാൻ പറ്റൂ. ഇവിടെ എത്തിയപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക്ക, കിലോമീറ്റർ 122. അത് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായില്ല. 13 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് 12.2 ആയിരിക്കും അല്ലേ? ആയിരിക്കും, അല്ലാണ്ട് എന്താ. ഇതുവഴി കയറി പോകണ്ട. അപ്പോൾ അങ്ങോട്ടാ കൊടുത്തേക്കുന്നത്. കയറ്റാണല്ലോ. ക്യാമ്പിംഗ് ഈ സ്ഥലം നീ ഓർക്കണ്ട? ഞാൻ നിന്നോട് ചോദിച്ചു ആരാടാ വെള്ള കളറിലെല്ലാം ടെൻ്റ് അടിച്ചേക്കുന്നത്. ആ സ്ഥലമാണ് ബസ്സിൽ പോയപ്പോൾ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ചോദിക്കണമെങ്കിൽ വേണേ ഒന്ന് ചോദിക്കാൻ വേണമെങ്കിൽ മാത്രം കുഴപ്പമില്ല. ഓക്കെ ബൈ ബൈ മാച്ചു പിച്ചു. നമ്മൾ താനി മുകളിലേക്കാണോ കയറ്റാണോ? ബേസ് എത്തുന്നല്ലേ പറഞ്ഞു. ബേസ് എന്ന് പറഞ്ഞാൽ എവിടാണ്? ഇതാണോ ബേസ്? ഇതല്ല ബേസ്. ബേസ് എത്തണമെങ്കിൽ മറ്റേ എത്തണ്ടേ? മറ്റേ ട്രാക്ക് എത്തേണ്ടി വരും. അപ്പോഴായിരിക്കും ബേസ്. നമ്മളിതാ ട്രെയിൻ ട്രാക്കിലേക്ക് എത്തി. എന്താണ് ഇതൊരു ബോർഡെല്ലാം കാണുന്നത്? വാക്കിങ്ങിൻ്റെ ചിത്രം ക്രോസ് ചെയ്തിട്ട്. ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് ഫോർ യുവർ സേഫ്റ്റി. ഡോണ്ട് വാക്ക് നിയർ ദ ട്രെയിൻ ട്രാക്സ്. ഓക്കെ, അപ്പോൾ ലീഗലി നമുക്ക് വാക്ക് ചെയ്യാൻ പ്രശ്നമില്ല. സോ ഇനി മാച്ചു പിച്ചുവിലേക്ക് വരുന്നവർക്ക് പൈസ കുറച്ച് പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റ് എന്തായാലും നമ്മൾ എടുക്കണം. മിനിമം $50 ആ റേഞ്ച് വരും. എന്തായാലും 44 തൊട്ടിട്ട് സ്റ്റാർട്ടിങ്. അതല്ലാതെ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് കുസ്കോന്ന് ലിഫ്റ്റ് അടിച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക. അവിടുന്ന് ഒരു 3 മണിക്കൂർ നടക്കുക. 3-4 നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അത് നടക്കുക. ഇവിടെ എത്തുക, കയറുക, പോവുക. നമ്മൾ വൺ സൈഡ് ട്രെയിൻ എടുത്തു. അതിന് 63 ഒരാൾക്ക്. $63 സോളോ അല്ലാട്ടോ ഞാൻ പറയുന്നത്, ഡോളർ പൈസ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവഴി നടക്കാം. എനിക്കിപ്പോൾ ഇതുവഴി നടക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് അറിയോ? ഞാൻ പണ്ട് ദൂദ്സാഗർ വാട്ടർഫാൾ ഗോവയിൽ പോയിട്ടുണ്ടേ. അത് 12 കിലോമീറ്റർ വൺ സൈഡ് ഇതുപോലെ ഇങ്ങനെ ട്രെയിൻ ട്രാക്കിലൂടെ നടക്കണം. സെയിമാണ്. ട്രെയിൻ വന്നു കഴിയുമ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര ഇടുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിൻ എപ്പോഴും വരുന്നത് നോക്കി അലേർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ പണിയാണ്. ഇവിടെ നോക്കി വേറെ ആൾക്കാരൊക്കെ നടന്ന് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടാണ്. നമ്മൾ അങ്ങോട്ടുള്ളത് ഞാനും അവന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻസും നടന്നിട്ട് തന്നെയാണ് വരുന്നത്. അടിപൊളി. ഞാനോർത്ത് നമുക്ക് മാത്രമേ ഭ്രാന്തുള്ളൂ, പക്ഷെ എല്ലാവർക്കും ഭ്രാന്തുണ്ട്. പിന്നെ എങ്ങനെ എല്ലാവരും ചിന്തിക്കൂലേ അല്ലേ? ഒരാൾക്ക് ഒരു മണിക്കൂർ $100 എന്താവുമെന്ന് പറയുമ്പോൾ പൈസയും അത് മാത്രമല്ല നടക്കുന്ന ആരോഗ്യത്തിന് നല്ലത്. എല്ലാം കൊണ്ടും ബെറ്ററാണ് നടക്കുന്നത്. സെറ്റാണ്. അടിപൊളിയല്ലേ നടന്നിങ്ങനെ. ഒരു പ്രത്യേക വൈബാ. എല്ലാവരും മറ്റേ ട്രെക്കിംഗ് ബാഗ് എല്ലാം ആയിട്ടാണോ മറ്റേ വെള്ളമെല്ലാം എടുക്കുന്ന സെറ്റ്? ട്യൂബിലൂടെ അല്ലേ ഫുള്ള് സെറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഇന്ന് എത്ര ഒരുപാട് പൈസ ഇല്ല. അതുപോലെ
നമുക്ക് ടെൻ്റ് അടിച്ചും ഫുഡെല്ലാം മേടിച്ച് നമുക്ക് ഇങ്ങനെ കൊടുന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് കഴിച്ചൊക്കെ പോവുകയാണെങ്കിൽ സെറ്റാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെന്താ ഗൈഡാണോ? കുറേ ടീമിൻ്റെ കൂടെ കുറേ ഒരാളുണ്ടല്ലോ ലോക്കൽ അല്ലേ? ഗൈഡ് എടുത്തിട്ട് നടന്നു പോവാന്ന്, അതും ഒരു കച്ചവടാക്കി. എന്നാലും ലാഭമാണ്. അതെ അതെ, ചെറിയ പൈസ കൊടുത്താൽ മതി. പക്ഷെ വേറെ വ്യൂ നീ നോക്ക്, സെറ്റാണ്. ട്രെയിൻ പോവാ വ്യൂ പോലും നേരെ കാണില്ല. കണ്ടോ മുകളിലേക്ക് നോക്ക്. ഇത് ശരിക്കും കട്ട് ചെയ്തെടുത്തല്ലേ മല? കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ഉണ്ട്. ഭയങ്കര അടിപൊളി ഫീൽ ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷോക്ക് പെട്ടെന്ന് ട്രെയിന് സ്പീഡിൽ വരില്ലല്ലോ? വരുമോ? അല്ല നോക്ക്, ചില സ്ഥലത്തൊക്കെ ഉണ്ടോ സ്പേസ് ഭയങ്കര കുറവാ. ഇവിടെ നോക്ക്, അവിടെയില്ല സ്പേസ്, ഇവിടെയില്ല സ്പേസ് ഇല്ലല്ലോ. നമ്മളിവിടെ ഡ്രോണ് വർത്തിക്കുകയാണ് കേട്ടോ. ആ ട്രെയിന് വരുന്ന വിഷ്വൽ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല നടക്കുന്നവർക്ക് അവിടെ ഒന്നും അത്ര സേഫ് അല്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഭയങ്കര അടിപൊളി. ഇവിടെ എന്തായാലും നമ്മൾ സേഫ് അല്ലേ? നമ്മൾ സേഫ് അല്ലേ? നോക്കാം ആദ്യം. സേഫ് ആയിരിക്കും, കാരണം ഇവിടെ നമ്മളെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കല്ല് തട്ടൂലല്ലോ എന്തായാലും. ഈ കല്ലിൻ്റെ അത്രയും നമ്മളിങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞാൽ സീനൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നടന്ന് എവിടെ എത്തി നമ്മളിത്? അടിപൊളി വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. നോക്കി നടന്നില്ലേ താഴെ കിടക്കൂലേ? നോക്കി ഭയങ്കര അടിപൊളി. ഇപ്പം ട്രെയിൻ വന്നാൽ കുട്ടിങ്ങി അടിപൊളി. ഇവിടെയല്ലോ നമ്മൾ നടന്നു പോകുന്നത്. കാല് പോവില്ല ഇടയിൽ. നോക്കി ഗ്യാപ്പ് ഉണ്ട് നല്ലേ, നല്ല ക്രിസ്റ്റൽ. ഒന്നും ആവൊന്നുമില്ല, കാല് കുടുങ്ങി കിടക്കും, അത്രേ ഉള്ളൂ. നമ്മൾ കൂടെ നടക്കാറില്ല, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അല്ലേ? കൈ ഇറങ്ങിയതില്ലോ കഴുകാലോ. നല്ല വെള്ളം, അടിപൊളി. ഇവിടെയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഒരു ചൂട് വെതറൊക്കെ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം എന്ത് വൈബാല്ലേ? ഫുൾ നാച്ചുറലി നടത്തവും ഇത് കൂടെ നടക്കുമ്പോഴും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര നൈസാണ്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ നടക്കാൻ പറ്റുന്നുള്ളത്. അറിയാമായിരുന്നെങ്കിൽ ഫുള്ള് നടക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. പിന്നെ ടൈമും കുറവായിരുന്നു, അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ വന്നത്. ഭയങ്കര വൈബാണ് ഇതുവഴിയെല്ലാം നടന്നു പോകാൻ. കുറേ മലയും, ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് നല്ല ലാൻഡ് സ്ലൈഡ് ഉള്ള സ്ഥലമാണ്. ഈ അവിടെ അങ്ങനെ കുറേ കല്ല് കണ്ടില്ലേ? ആ കല്ലൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വീഴും. ഞാൻ കുറേ ബോർഡ് കണ്ടു റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള. നമ്മൾ ഇതുവഴി ഇങ്ങനെ നടക്കണ്ടോ, കയ്യിൽ കുറേ നേരിട്ട് വേദന എടുത്തപ്പോൾ ഞാൻ നോക്കി വീർത്ത് തന്നെ ഉണ്ടോ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര രീതിയിൽ വീർത്ത് ബലൂണ് പോലെ ആയിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ ഒരു സാധനം ഇങ്ങനെ എന്തോ കടിച്ച് വേദന എടുത്ത് എന്തോ ഉണ്ടായി. ഞാൻ അങ്ങനെ പറഞ്ഞ അവൻ്റെ അടുത്ത്, എടാ എൻ്റെ കയ്യിൽ എനിക്ക് വേദന എടുക്കുന്നുണ്ട്, എന്തോ കടിച്ച് അങ്ങനെയെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലുണ്ടായി. അപ്പോൾ പറഞ്ഞ സീനാണോ ചേച്ചി? ഞാൻ പറഞ്ഞാൽ സെൻസിറ്റീവാണ് സ്കിന്ന്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവുന്നു. പക്ഷേ ഇതൊക്കെ എത്ര ബലൂണ് പോലായി. എന്നിട്ട് ഒരു ഭാഗം കാണുന്ന തന്നെ കംപ്ലീറ്റ്ലി ഇത് വലുതായിട്ടാണ് ഉള്ളത്. നമ്മളിങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ വേദന എടുക്കുന്നുണ്ട്, ഇച്ചിങ്ങും ഉണ്ട്. സഞ്ജയ് ഇതെന്താണ് അറിയില്ല, എന്ത് കടിച്ചെന്നറിയില്ല. അവിടുന്ന് മച്ചുപ്പിച്ചു ഓർക്കുണ്ടോ ഞാൻ പറഞ്ഞത്? ഉണ്ടോ? നല്ല രീതിയിൽ ബലൂണ് പോലെ ആയിട്ടുണ്ട്. ഇനിയുണ്ട് നമുക്ക് 3.5 കിലോമീറ്റർ നടക്കാൻ. ഇതൊക്കെ എന്താ കയ്യിലായിട്ടുള്ളത്? ബലൂണ് പോലെ വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൈ. നല്ല രീതിയിൽ കൂടാണ്, കുറയല്ല. സഞ്ജയ് കണ്ടതല്ലേ എത്ര ചെറുതായിരുന്നെന്ന്? ഒരു ഒരു കൊതുക് കടിക്കുമ്പോൾ വരുന്ന ബബിളാണ് ഉണ്ടായത് അല്ലേ? ആ ബബിളാണ് ബലൂൺ പോലത്തെ ബബിളായത്. ഇത് നോക്ക്, അതുവഴി ട്രെയിനിൽ പോകാൻ നടക്കാനുള്ളതായിട്ട് ഒരിതെല്ലാം കാണുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും മലയും ഒക്കെയാണ്. നൈസാണ് കണ്ടോ? ആഴമൊന്നും അധികമില്ല, അടിപൊളിയാണ്. കറക്റ്റ് താഴേക്ക് കാണാനുണ്ട്. നമ്മളിതുവഴി പോകുന്ന സമയത്ത് പല സാധനങ്ങൾ കാണുന്നത്. എന്താ കണ്ടത്? ഗിനിപ്പിഗ് എത്ര വലുതോ, ഒരു പന്നിക്കുട്ടിയെ പോലെ ഉണ്ട്. പന്നിക്കുട്ടി കുണുങ്ങി പോണ പുറത്തുനിന്ന് അത്രയും വലിയൊരു സാധനമാണ്. അതെല്ലാം ഓടിപ്പോകുന്നു. ഇവരെന്നെ പേടിപ്പിക്കുന്നു, കാട്ടിലെന്തൊക്കെ കൊണ്ട് പറഞ്ഞിട്ട്. ശരിക്കുമാണ് ആദ്യം ഞാൻ കണ്ടില്ല, എൻ്റെ കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു അമ്മമ്മ പഴം വിൽക്കുന്നുണ്ട് കേട്ടോ. വെറും ഒരു സോളേ ഉള്ളൂ. നമുക്ക് 5 പഴം കിട്ടി. 2 സോളിന് ആ മൊത്തം പഴം കിട്ടും. ഗ്രാസിയാസ്, മുച്ച ഗ്രാസിയാസ്.
Va a comer ricos, niño, rico está. Sí, okay, gracias. Gracias. Ya, Muchas gracias. ya, ya. നമ്മളിത് അവിടെ സ്നിക്കേഴ്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അമ്മമ്മേനോട് ചോദിച്ചാലോ ഇതെന്താന്ന്. Ay, Mosco está comiendo. Mosco está comiendo. മൊസ്കിറ്റോയാ? Sí, mira, ബട്ട് está ഗ്രാൻഡേ. Grande, pero grande. caliente. Está agüita para pasar. Agua. Agua? Sí, Sí, okay. este. Frío agua? Claro. Okay. Mira. ഇച്ചിങ് ഉണ്ടെന്ന് പറ. എങ്ങനെ പറയാ? അറിയില്ല. ഇങ്ങനെ കാണിക്ക്. Abajo, tenla. Este. Abajo. Mucho no rasque. No. നോ. Pero അല്ല അത് ഉണ്ട് പറ. Agua. sientes este. Ajá, así. Sientes. വെള്ളം എടുക്ക്. വെള്ളം എടുത്തിട്ട് എന്താ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആഗ്വാ. Agua así. Hasta acá. Así. അമ്മമ്മേന്റെ കയ്യിൽ കുറെ എന്തൊക്കെയുണ്ടല്ലോ. അതാ പറഞ്ഞു. അത് വെള്ളം നീ ഒഴിച്ചാൽ മതി കുറച്ച്. ഓക്കെ ഗ്രാസിയാസ്. Gracias. Gracias, niño. Gracias. ഇതുവഴി നടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് മേടിക്കുന്നുണ്ടാവും. ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നേ കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള. എന്താ? ആ സി ഇത് കവർ ആ കവറോ. ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. കടകളൊക്കെ കണ്ടു തുടങ്ങി. കണ്ടോ, കടകളെല്ലാം കാണുന്നുണ്ട്. ഓ രക്ഷപ്പെട്ട്. ടിക്കറ്റ് ഒക്കെ എന്താവോ റെയിലിൻ്റെ അല്ലേ ഇതൊക്കെ. പെറു റെയിൽ. ഇതെന്താ ഫുൾ ലോക്കൽ ആൾക്കാരല്ലേ കൂടുതലുള്ള ഇവിടെ? അല്ല അവരെങ്ങനെ ഇരിക്കും പോകുന്നത്? എന്തായാലും ചീപ്പസ്റ്റ് ഓപ്ഷൻ അവർക്ക് ഉണ്ടാവും. അല്ലാണ്ട് എന്താ ഡെയിലി അവർ $100 കൊടുത്ത് പോവും? എന്തായാലും ഇല്ല. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അല്ല ഗ്രാസിയാസ്. വേണ്ട, പഴം ആവശ്യത്തിലധികം ബാഗിലുണ്ട്. ആരും തിന്നിട്ടില്ല. സ്റ്റിക്കേഴ്സ് തിന്നിട്ട് മധുരെല്ലാം പോയി. അങ്ങനെ 10-13 കിലോമീറ്റർ നമ്മൾ നടന്ന് ഇവിടുത്തെ. ഇനി നമ്മൾ കുസ്കോയിലേക്ക് ഇവിടുന്ന് വാൻ എടുത്തിട്ട് വേണം പോകാൻ. അതിന് എത്ര ആവും അറിയില്ല. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. ഒരു 6-7 മണിക്കൂർ എടുക്കും വാനിൽ നമുക്ക് പോകാനായിട്ട്. നമ്മൾ സാന്റാ തെരേസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ടാക്സി എടുത്ത്, അവിടെ നിന്നൊരു ടാക്സി എടുത്ത് അതിനുശേഷം രണ്ടാമതൊരു ടാക്സി എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്താ പറയുക, നമ്മൾ ലേറ്റ് ആവും ഇനി അവിടെ എത്താനായിട്ട്. ഭയങ്കര ടയർഡ്. ഇവിടെ നിന്ന് 6 മണിക്കൂറെല്ലാം ട്രാവലെല്ലാം ചെയ്യാനുണ്ട്. എനിക്കറിയില്ല, അവിടെ എത്തിയിട്ട് ഒരു കഴിഞ്ഞ ദിവസം എടുത്ത ആ ഹോസ്റ്റൽ തന്നെ ഞാൻ എടുത്ത് നിൽക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇനിയിപ്പോൾ എന്തായാലും ഫുൾ ഒരു 6 മണിക്കൂർ ട്രാവലായിരിക്കും. സോ ഈ വീഡിയോ ഇതെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.